ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്പെറിക്കൽ ബലൂൺ ഓഫ് റേഡിയസ് ആർ subtends an angle 60 degree at the eye of an observer. If the angle of elevation of its center is 45 degree from the same point, then prove that the height of the center of the balloon is √2 times its radius. ഇത് നല്ല ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡയഗ്രാം വരച്ചാൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഡയഗ്രാം ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വരയ്ക്കാം. സ്പെറിക്കൽ ബലൂണാണ് ഇത്. ബലൂണാണ്, അതിനൊരു സെൻറ്റർ ഉണ്ടാവുമല്ലോ, സെൻറ്ററാണ്. ഞാനിവിടെ താഴെ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് വാച്ച് ചെയ്യാണ്. ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ ഒക്കെ പറയുന്നുണ്ടല്ലോ. ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് വാച്ച് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ഈ സ്പെറിക്കൽ ബലൂൺ സബ്റ്റൻഡ് ആൻ ആംഗിൾ 60 ഡിഗ്രി അറ്റ് മൈ ഐ. എൻ്റെ കണ്ണിൽ ഈ സ്പിയർ 60 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? പറഞ്ഞുതരാം. അതായത് ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കട്ടെ, അപ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കട്ടെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കട്ടെ. ടാൻജൻസുകൾ വരച്ചു. ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഇത്രയും ആംഗിളാണല്ലോ ഈ സ്പിയർ എൻ്റെ കണ്ണിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ അല്ല. ഞാനിവിടെ നിന്ന് നോക്കുകയാണ്. സപ്പോസ് ദിസ് ഈസ് മൈ ഐ, ദിസ് പോയിൻ്റ് ഈസ് മൈ ഐ. അങ്ങനെയാണെങ്കിൽ ഈ സ്പിയർ എൻ്റെ കണ്ണിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക, അതുപോലെ ഇവിടെ നിന്ന് വേറൊരു ടാൻജൻറ്റ് വരയ്ക്കുക. ഈ ആംഗിളാണ് എൻ്റെ കണ്ണിൽ ഈ സ്പിയർ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇല്ലേ? ഈ ആംഗിൾ ശ്രദ്ധിക്കണം. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. അതിൽ ഡൗട്ടില്ലല്ലോ. ഞാൻ തൽക്കാലം സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യട്ടെ, കാരണം അത് ആവശ്യമുണ്ട്. അത് അടുത്ത സെൻറ്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും. സെൻറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്യട്ടെ. ജോയിൻ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട് അല്ലേ? കാണുന്നുണ്ടോ? ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. ഇത് ടാൻജൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ടാൻജൻ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സെൻറ്ററിൽ നിന്ന് നമ്മൾ ജോയിൻ ചെയ്തിരിക്കണം. നിർബന്ധമാണ്. നമ്മൾ സർക്കിളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ടാൻജൻറ്റ് എവിടെയെങ്കിലും ഒരു ടാൻജൻറ്റ് ഉണ്ടെങ്കിൽ ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് സെൻറ്ററിലോട്ട് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. നമ്മളതിനെ റേഡിയസ് എന്നും പറയും അല്ലേ? ശരിയല്ലേ? ഇത് റേഡിയസ് ആണ്. അത് ക്വസ്റ്റ്യനിൽ അവർ ആർ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ദിസ് ഈസ് റേഡിയസ് ആർ. ഓക്കെ ആണല്ലോ. ഞാൻ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തതേ. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? റൈറ്റ് ആംഗിൾഡ് അല്ലേ? നമ്മൾ സർക്കിളിൽ പഠിച്ചിട്ടുള്ളതാണ്. ടാൻജൻറ്റും ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് സെൻറ്ററിലോട്ടുള്ള ലൈനും പെർപെൻഡിക്കുലറാണ്. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഒരു ട്രിഗ്ണോമെട്രി നമുക്ക് ഉപയോഗിച്ചാൽ അല്ല എന്തെങ്കിലും വാല്യൂ കിട്ടാതിരിക്കില്ല. സോ ഈ ആംഗിൾ 60യുടെ പകുതിയാണെന്ന് കണ്ടാൽ അറിയാമല്ലോ. അറിയില്ലേ? ഈ രണ്ട് ടാൻജൻറ്റിൻ്റെ കറക്റ്റ് നടുക്കാണ് ഈ ലൈൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. ഈ ആംഗിൾ 60യുടെ പകുതിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. 30 ഡിഗ്രി ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്തെങ്കിലും നമുക്കൊരു ട്രിഗ്ണോമെട്രി യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. വി ഗോട്ട് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആറ് ക്ലിയർ ആയല്ലോ? ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. നെക്സ്റ്റ് ഇനി നമുക്ക് ഈ സെൻറ്റർ വേറൊരു ആംഗിൾ പറയുന്നുണ്ടല്ലോ, 45 ഡിഗ്രി. അതേതാ? ഇഫ് ദ ആംഗിൾ ഓഫ് ദ എലിവേഷൻ ഓഫ് ദ സെൻറ്റർ ഈസ് 45 ഡിഗ്രി ഫ്രം ദ സെയിം പോയിൻറ്റ്. അതായത് ഞാനിവിടെ നിൽക്കുകയാണ്. ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടായിട്ട് ഈ സെൻറ്റർ ഉണ്ടാക്കുന്ന ആംഗിൾ 45 ആണ്. വരച്ച് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? ഞാനിവിടെ നിന്ന് വാച്ച് ചെയ്യാണ്. ഇത് ഗ്രൗണ്ടാണ്. ദിസ് ഈസ് ഗ്രൗണ്ട്. അപ്പോൾ സെൻറ്റർ ഗ്രൗണ്ടിൽ നിന്ന് 45 ഡിഗ്രിയാണ്. ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ഓക്കെ, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഈ 30 ഡിഗ്രി ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ, അത് നോക്കാം നമുക്ക്. ഇവിടെ വേറൊരു ആംഗിൾ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 45 ഡിഗ്രി ഏതാണെന്ന് മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ വരുന്നില്ലല്ലോ? 45 ഡിഗ്രി എന്ന് പറഞ്ഞത് ഈ ആംഗിൾ. ഇത്രയും ആംഗിൾ 45 ഡിഗ്രിയാണ്. ശരിയല്ലേ? കാരണം സെൻറ്റർ ഇതാണല്ലോ സെൻറ്റർ. ശരിയല്ലേ? ആംഗിൾ ഓഫ് എലിവേഷൻ അറ്റ് ദിസ് പോയിന്റ്, ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി. ഇവിടെ വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്?
പ്രൂവ് ദാറ്റ് ദ ഹൈറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ ബലൂൺ. ഹൈറ്റ് ഓഫ് ദ സെൻറ്റർ, അതായത് ഈ ഡിസ്റ്റൻസ്, ഇതാണല്ലോ ഹൈറ്റ്. നമുക്ക് എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. ഹൈറ്റ് നമുക്ക് എന്തെന്ന് ഡിനോട്ട് ചെയ്യാം? എച്ച്. ഇതെന്താണ്? എച്ച് എന്നങ്ങനെ ഡിനോട്ട് ചെയ്യുക ഹൈറ്റ്. നമുക്ക് വേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത് എച്ച് ഈക്വൽ √2 ടൈംസ് റേഡിയസ്. ഇത് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പേരുകൾ കൊടുക്കാം അല്ലേ? സെൻറ്ററിന് നമുക്ക് O എന്ന് പേര് കൊടുക്കാം. ഇത് A ആണ്. എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു പേര്, ഇത് B എന്ന് പേര് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും പേര് തൽക്കാലത്തേക്ക് കൊടുക്കുന്നത് മാത്രം. ഇത് C എന്ന് പേര് കൊടുക്കുക അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പുകൾ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഓരോന്നിനും പേര് കൊടുത്തത്. നൗ കൺസിഡർ ട്രയാങ്കിൾ OAB. OAB എന്ന് പറഞ്ഞൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ടോ? ഹൈലൈറ്റ് ചെയ്യാതെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? OAB എന്ന് പറഞ്ഞൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റും. ഇവിടെ ഈ ആംഗിൾ 30 ആണല്ലേ? ഈ 30യുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ 6? അതെ, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് 6. OB എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ്. OB ഹൈപ്പോട്ടന്യൂസ് ഓഫ് ബോത്ത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. ഇവിടെ വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് OB ആണ്. അതുപോലെ ഇവിടെ വരുന്നൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെയും ഹൈപ്പോട്ടന്യൂസ് OB തന്നെയാണ്. അപ്പോൾ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 6ഉം ഹൈപ്പോട്ടന്യൂസ് OB ആണ്. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ sin 30 ആണ്. sin 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 6 അല്ലേ? പിന്നെ ഹൈപ്പോട്ടന്യൂസ് sin 30 അല്ലേ? 30 ഡിഗ്രിയാണ്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് വരുന്നത് OB ആണ്. sin 30യുടെ വാല്യൂ എന്താണ്? 1/2 അല്ലേ? ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ OB കിട്ടും. എന്തിനാണ് OB കാണുന്നതെന്നല്ലേ? OB നമുക്ക് മറ്റേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും കൂടിയുണ്ട്, അതിലും OB വരുന്നുണ്ട്. അപ്പോൾ OB അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? OB × 1 OB ആണ്. ഇവിടെ 2R വരും. OB = 2R. ഇക്വേഷൻ നമ്പർ 1. ഇനി ഇവിടെ വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? OCB കാണുന്നില്ലേ? OCB. ഇവിടെ എഴുതാം ട്രയാങ്കിൾ OCB. കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, OCB അല്ലേ? OCBയിൽ ഈ ആംഗിൾ 45 ഡിഗ്രി അല്ലേ? OCB എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഇവിടുത്തെ ആംഗിൾ 45. ശരിയല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡ് H ആണല്ലേ? ഇവിടെ ഞാൻ സൈൻ എടുക്കാൻ പോവാണ്. sin 45 ഡിഗ്രി = ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് H അല്ലേ? നോക്കി കണ്ടാൽ അറിയാമല്ലോ. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് OCB എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് OB ആണ്. ദാറ്റ് ഈസ് sin 45ൻ്റെ വാല്യൂ 1/√2 ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? sin 45 എന്താ? 1/√2 ആണ്. ദാറ്റ് ഈസ് H/OB. OB 2R ആണ്, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ. ഈക്വൽ 1/√2 എന്ന് കിട്ടും അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. ഇനി രണ്ട് സ്റ്റെപ്പും കൂടിയേ ഉള്ളൂ. ഈ 2R താഴെയുള്ള 2R അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ H = 2R × 1/√2 എന്ന് വരും. താഴത്തെ 2R അങ്ങോട്ട് എടുത്തതാണ്. 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അറിയാമല്ലോ. √2² 2 ആണല്ലോ. പിന്നെ 6 പിന്നെ 1/√2. √2 മുകളിലും താഴെ വെട്ടിപ്പോവും. അപ്പോൾ H = √2R. √2 വെട്ടിപ്പോയിട്ട് H = √2R.
ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട്, ഹൈറ്റ് ഓഫ് ദ സെൻറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അവസാനം വേണമെങ്കിൽ നിങ്ങൾക്കത് സെൻറ്റൻസിൽ എഴുതാം. ഹെൻസ് ഹൈറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ ബലൂൺ ഈസ് √2 ടൈംസ് റേഡിയസ്.